മോനെ ഡോക്ടറെങ്കിലല്ലേ ഇപ്പൊ ശരിയാക്കി തരാമേ. ഇപ്പൊ പേടിക്കണ്ട, ഡോക്ടറെങ്കിൽ ശരിയാക്കി തരാം കേട്ടോ. അവിടെ കിടക്ക. ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ തിന്നാൻ കൊണ്ടുവന്ന പൊരിച്ചമ്മ നീ എടുത്തോണ്ട് പോവില്ലടാ. നീ വിഴുങ്ങിയാലും നിന്റെ ആമാശയത്തിനകത്തൊന്ന് ഞാൻ എടുക്കും. അമ്മാതിരി ഇഷ്ടമായി എനിക്ക് പൊരിച്ച മീൻ. ഇവിടെ ഇരുന്നോണേ, ഫോൺ വിളിക്കുന്നുണ്ടോ നോക്കട്ടെ ആരാന്ന്. ഹലോ, മൃഗാശുപത്രി, ആരാ വിളിക്കുന്നത്? പോത്തേ. എന്തുവാടാ പോത്തെ വിളിച്ചത്? എന്റെ പോത്തൊന്നും കഴിക്കുന്നില്ല ഡോക്ടർ. അയ്യോ, ഭയങ്കര കഷ്ടമാണല്ലോ. രാവിലെ എന്തുവാ പോത്തിന് കൊടുത്തത്? ഒന്നും കൊടുത്തില്ല. ഉച്ചയ്ക്ക് എന്തോലും കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. വൈകുന്നേരം എന്തെങ്കിലും കൊടുത്തോ? ഒന്നും കൊടുത്തിട്ടില്ല. ഇത് എന്താണോ നീ പോത്തിന് തിന്നാനൊന്നും കൊടുക്കാത്തെ? ഒന്നും കഴിക്കാത്ത അതിന് എന്തിനും കൊടുക്കാനാ? എടാ പ്രാന്ത, ആദ്യം അതിനെന്തോലും തിന്നാൻ കൊടുക്ക്, എങ്കിലല്ല അത് തിന്നുവോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. ബ്ലഡി ഫുൾ വെച്ചിട്ട് പോടാ അവിടുന്ന്. എന്തൊരു കഷ്ടമാണോ ഇത്. എടുത്ത് കാണും ഊതി വലിക്കടാ. വലിച്ചു കയറ്റ്, എടാ ലൂസ് അടിക്കടാ. ലൂസ് അടിക്കാൻ പറഞ്ഞപ്പോ ദേണ്ടറാ കിടന്ന് പുഴു അടിക്കും. സ്പീഡിൽ വരുന്നില്ല. എടാ നീ വാ പയ്യേ എന്ന് പറഞ്ഞാൽ അത് പയ്യല്ലേ വരുള്ളൂ. പശുവിനോട് വാന്ന് പറഞ്ഞു എനിക്ക് ഇത് കുളമ്പ് രോഗമാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഫീല് ഫിറ്റ് ചെയ്തേക്കുന്നില്ലയോ. ഡോക്ടറാണോ? അത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ വേറെ ഡോക്ടറായിരുന്നു. ഞാൻ സ്ഥലം മാറി വന്നതാ. എങ്ങോട്ടായിരുന്നു പോകണ്ടേ? അങ്ങനെ ചോദിച്ചേ. സ്ഥലം മാറി വന്നാന്ന് പറഞ്ഞു. അടിപൊളി. വെളച്ചിലുകാരാ, ഞാൻ വഴി തെറ്റി സ്ഥലം മാറി വന്നാണെന്നാണോ പറഞ്ഞത്? ഞാൻ വേറെ ആശുപത്രിയിലായിരുന്നു. ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടി വന്ന പുതിയ ഡോക്ടറാണ് ഡോക്ടർ OR കുട്ടൻ. ഒറാങ്കുട്ടനോ? ഓറാങ്കൂട്ടനല്ല, ഡോക്ടർ OR കുട്ടൻ എഴുതി വെച്ചതെന്ന് കണ്ടില്ലേ? അതൊക്കെ പോട്ടെ. എന്താണ് പശുവും നീയും തമ്മിലുള്ള വിഷയം? അതിർത്തി തർക്കമാ. അതിന് കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്താൽ മതി. ഈ പശുവിന്റെ കൂടെ പറപ്പാന്നോ? പിന്നെ എന്തുവാ കാര്യം എന്ന് പറയണ അങ്ങോട്ട്. എന്റെ പൊന്നു ഡോക്ടർ, ഈ പശു എന്നും ഒരു 3 കുപ്പി തരുന്നായിരുന്നു. ഇപ്പൊ തരുന്നില്ല. അയ്യോടാ പാവ, ഈ മാസത്തെ കോട്ട കിട്ടി കാണത്തില്ല, അതായിരിക്കും. ഇത് റിട്ടയർഡ് പട്ടാളക്കാരനാണോ ഇത്? പശു കുപ്പി തരത്തില്ലെന്ന് പറഞ്ഞു. പശു 3 കുപ്പി പാല് തരുന്നായിരുന്നു. ഇപ്പൊ അത് തരുന്നില്ല. എടാ പശു തരുവല്ലോ, നീ പോയി കട്ട് പിഴിഞ്ഞെടുക്കുന്നല്ലേടാ കള്ള. എന്തായാലും പറഞ്ഞത് ശരിയാക്കി ശരിയാക്കി തരാന്ന് പറഞ്ഞാല് നോക്കട്ടെ. ചെറിയ വിഷയങ്ങളുണ്ട്, പക്ഷെ വേറെ കാര്യമുണ്ട്. ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ചെറിയ നീക്കുപോക്കുകളൊക്കെ ഉണ്ട്. അവരൊന്നും ഇല്ല. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യരുതേ. ഇങ്ങനെ ചെയ്താലേ ഇവക്ക് സുഖം കിട്ടത്തുള്ളൂ. അയ്യോ, ഇത് തുറക്കുന്നില്ലല്ലോ. അത് സമയമാകുമ്പോ തന്നെ തുറക്കും. നീ വീട്ടിൽ മാറ്റിയാണോടെ എവിടുന്നേലും വാങ്ങിച്ചോണ്ട് വന്നോണോ? ഇത് വാറ്റിയാറല്ല. പിന്നെ മറ്റേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതിന്റെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്ന്. അത് ഈ ഗോമൂത്രമായത്. ഇതിന് മൂത്രം കുടിച്ചോണ്ടിരിക്കാൻ നോക്കുന്നു. പിന്നെ ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്തതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ടെസ്റ്റ് ചെയ്യുമല്ലായിരുന്നല്ല, ടേസ്റ്റ് ചെയ്യുമല്ലായിരുന്നു. എങ്കിൽ അങ്ങനെ എങ്ങനെയാണ് ആഹാരക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? വെളുപ്പിനെ ഒരു കടുങ്കാപ്പി കുടിക്കും. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കരുതി. പിന്നെ മീൻകറി കൂട്ടി ഒരു പിടുത്തം പിടിക്കും. അതാ രീതി. ഇത് പശു തന്നുണ്ടാക്കി തിന്നുമ്പോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പശുവല്ല, ഞാൻ തിന്നുന്ന കാര്യം പറഞ്ഞു. നീ തിന്നുന്ന കാര്യമാണോ ചോദിച്ചത്? നീ ആണോ ഇവിടെ കുരുവായിട്ട് വന്നത്? പശു അല്ലയോ? പശുവിന് എന്തുവാ തിന്നാൻ കൊടുക്കുന്നതല്ലോ? പുല്ല് കൊടുക്കുന്നു. നീ എന്തോ പുല്ലോ പഴമോ കൊടുക്കണം? എനിക്കെന്തുവാ ഇത്? ഈ പശുവിന് ഞാൻ പുല്ലാ കൊടുക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ഈ വയ്യാത്ത പശുവിന് പുല്ലാണോ കൊടുക്കുന്നത്? പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ശരിയാണ്. പുല്ലിന്റെ പുറത്ത് എന്തുണ്ട്? പുളിച്ചാടിയുണ്ട്. അതാണോ ചോദിച്ചാ? പുല്ലിന്റെ പുറമെ ഇതിന് എന്തുവരും തിന്നാൻ കൊടുക്കുമോന്ന്? കടലപ്പിണ്ണാക്ക് കൊടുക്കും. ഏത് കടയിലെ പിണ്ണാക്ക്? കടയിലെ പിണ്ണാക്കല്ല, കടലപ്പിണ്ണാക്ക് തിന്നാൻ കൊടുക്കും. എങ്കിൽ ആ പിണ്ണാക്കൊന്ന് പരിശോധിക്കണം, കാരണം മായമാണല്ലോ ഇപ്പം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കിടക്കും തവിട് കൂടുതലാ. പിണ്ണാക്ക് തിന്നുന്നു. പിണ്ണാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ തിന്നും. ഡോക്ടർ, എനിക്ക് ഈ പശുവിനെ ചെറുതാക്കി എനിക്ക് 3 മണിക്ക് കറക്കാൻ കൊണ്ടുപോകണം. എന്നാ ഇന്ന് എന്നെ കൂടെ കൊണ്ടുപോകും. എനിക്ക് കപ്പലണ്ടി സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിച്ചു തന്നാ മതി. ഞാനും പശു കൂടെ കറങ്ങാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞു. എനിക്ക് 3 മണിക്ക് ഈ പശുവിനെ കറന്നിട്ട് സൊസൈറ്റി പാല് കൊടുക്കണം. ആണോ? പെട്ടെന്ന് റെഡിയാക്കി. പെട്ടെന്ന് റെഡിയാക്കെന്ന് പറഞ്ഞാൽ ബാറ്ററി മാറിയിട്ടാ ശരിയാവുന്ന സാധനമാണോ നിൽക്കുന്നത്? പശു അല്ലേ ഇത്? ആണെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല ഇനമാണെന്ന് തോന്നുന്നു. ഇതിന് എവിടെ നിന്ന് കിട്ടിയ പശുവാ ഇത്? ഇതിനെ ബ്ലോക്കിൽ നിന്ന് കിട്ടിയതാ. പാലാരിവട്ടം ബ്ലോക്ക് ചെയ്യുന്നു, വയറ്റിലുള്ള ബ്ലോക്ക് ചെയ്യുന്നു. അച്ഛൻ മരിച്ച വേക്കൻസി കിട്ടിയതാ ജോലിയിൽ. എങ്ങനെ മനസ്സിലായി? ആ ബ്ലോക്ക് അടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. എക്സ്ക്യൂസ് മീ. ഹലോ ഡോക്ടർ ഓറാങ്കുട്ടൻ? അയ്യോ അല്ല, ഡോക്ടർ OR കുട്ടൻ. എന്ത്? ആനയ്ക്ക് മതമിളകി നാട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തുവാണെന്നോ? ഒന്നും പേടിക്കണ്ട. ഈ ഡോക്ടർ OR കുട്ടൻ വന്ന് ഇപ്പം മയക്കുവെടി വെച്ച് അതിനെ അങ്ങ് തളച്ചേക്കാം. ഒന്നും പേടിക്കണ്ട. ഡോക്ടർ മയക്കുവെടി വെക്കൂ? മയക്കുവെടി വെക്കുമോന്ന്? എത്രയോ മയക്കുവെടി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസം സീതത്തോട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നേക്കുന്നു. ഒരു പുലി നാട്ടിലിറങ്ങിയിട്ട് ഒരാടിന്റെ പകുതി തിന്നിട്ട് പോയെന്ന്.
ഇത് കേട്ടപാടെ ഞാൻ പോയി സീതത്തോടിന്. പുലി ഇതിന്റെ ബാക്കി തിന്നാനോ? അല്ലെന്നും എടാ പുലിയെ വെടിവെക്കണ്ടേ? ആഹാ. അവിടെ ചെന്നപ്പോ എന്തുവാ, ഒരു പുലിയല്ല 4 പുലി വട്ടത്തിലിരുന്ന് ഡിന്നർ അടിക്കുക ഒരാടിനെ. ഞാൻ ഒന്നും നോക്കിയില്ല, മയക്ക് വെടിവെക്കുന്ന തോക്ക് ഇങ്ങോട്ടെടുത്ത് ടപ്പ് 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 ആ, ടപ്പ്. ആ, അയ്യോ. ആ, എന്നാ? ആ വെടി എനിക്കാ ഏറ്റത്. എന്നാ ഞാൻ വേറൊരു വെടി പറയട്ടെ, അല്ല വേറൊരു കഥ പറയട്ടെ. ആ, പറ. ഗുജറാത്തിലെ ഗീർവാണം കേട്ടിട്ടുണ്ടോ? ഗുജറാത്തിലെ ഗീർവാണം കേട്ടിട്ടില്ല, കേരളത്തിലെ ഗീർവാണം ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ഗീർവാണം അല്ലെന്ന്, ഗുജറാത്തിലെ ഗീർവനം. സിംഹങ്ങളുള്ള ഒരേ ഒരു കാട്. ഒരു ദിവസം എനിക്ക് അവിടുന്ന് ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു. സിംഹം വിളിച്ചായിരിക്കും. സിംഹമല്ലെന്ന്, സിംഹത്തിനെ നോക്കുന്ന ഒരുത്തൻ വിളിച്ചേക്കുവാ. അവിടെ ഒരു സിംഹത്തിന് പേ. ഗൂഗിൾ പേ ആണോ? പൈസ വരുന്ന പേ അല്ല, വായിക്കട പത വരുന്ന പേ. എന്നെ വെടിവെക്കാൻ വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. പേടിച്ചിട്ടല്ലേ? പേടിച്ചിട്ടല്ല, ഞാൻ ഭാഷ മാറി ഇതുവരെ വെടിവെച്ചിട്ട്.